ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിലെ വലിയ ചൊവ്വാഴ്ച നാം എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, തിരുനാളിന് വന്ന ഏതാനും ഗ്രീക്കുകാര് യേശുവിനെ അന്വേഷിക്കുകയാണ്. യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് അവർ ബെത്സയിദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരം അറിയിക്കുകയാണ്. 3 കാര്യങ്ങൾ അവരോട് ഈശോ പറയുകയാണ്. ഒന്നാമതായിട്ട് ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. രണ്ടാമതായിട്ട് ഈശോനാഥൻ പറയുകയാണ്, ഈ ലോകത്തിൽ ജീവനെ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും തമ്പുരാനെ അന്വേഷിച്ച് നടക്കാറുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവർ പലപ്പോഴും നാം ഒന്ന് തിരിച്ചറിയണം, തമ്പുരാൻ നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. കൂടെ വസിക്കുന്നവനായ ദൈവത്തെ ഒന്ന് തിരിച്ചറിയുവാനും കൂടെ വസിക്കുന്നവനെ കണ്ടുകൊണ്ട് അവൻ്റെ ഹൃദയത്തോട് എൻ്റെ ചെവിയെ ഒന്ന് ചായ്ക്കുവാനും ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അരുളി ചെയ്യുന്ന വചനം കേട്ടുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ? ഒന്ന് എളിമപ്പെടാനായിട്ട് സാധിക്കണമെന്ന് ഈശോനാഥൻ വചനത്തിലൂടെ പറയുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിയാനായിട്ട്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, ഒന്ന് സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് ഈശോനാഥൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്ന് സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട്. മൂന്നാമതായിട്ട് വചനത്തിലൂടെ ഈശോനാഥൻ പറയുകയാണ്, ശുശ്രൂഷ ജീവിതത്തിൽ യഥാർത്ഥ ശുശ്രൂഷകരായിട്ട് മാറാനായിട്ട്, അവരൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. ഇന്നത്തെ തിരുവചനം നൽകുന്ന ഈ 3 കാര്യങ്ങളെയും ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ തമ്പുരാനെ കാണുവാനും അവൻ്റെ സ്നേഹം അനുഭവിക്കുവാനും അവൻ്റെ കൃപയാൽ നിറയപ്പെടുവാനും ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും. ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. ഇന്നത്തെ നിയോഗം സ്വന്തം ജീവിതത്തിൻ്റെ കുറവുകളെയല്ല, നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ആമേൻ.